ചെറിയ ചില പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കാം. കാരണം ഒരു പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതിൻ്റെ പേരിൽ നമുക്ക് ചില കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റാതെ വന്നതിൻ്റെ ഒരു പ്രയാസമുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു പുതിയ ഭരണസമിതിക്ക് അതിൻ്റെതായ ബലഹീനത ഉണ്ടായിരിക്കും. ഇതിന്റെ പ്രധാന ഉദ്ദേശം വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണ് നമ്മുടെ അടുത്ത പദ്ധതിയായി വരുന്നത്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു പദ്ധതികൾ നിർദ്ദേശിക്കണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ ഇപ്പൊ നിലവിൽ നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതികൾ തന്നെ നല്ല പദ്ധതികളാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് മുന്നോട്ട് വെക്കാം. അതെല്ലാം നിങ്ങളുടെ ഐഡിയയിൽ പുതുതായിട്ട് ഏതെങ്കിലും നല്ല പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിന്റെ വികസനം, നല്ലൊരു വികസനത്തിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്ന നല്ലൊരു പദ്ധതികൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവരുടെ അടുത്തു നിന്ന് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ അഭിമന്യയായ പ്രസിഡന്റ് ശ്രീമതി ജസ്ന ബാനു, പഞ്ചായത്ത് സെക്രട്ടറി, ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാദിഖ് അലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജനീന ഹുസൈൻ, സരസ്വതി ടീച്ചർ, വേദിയിലുള്ള AK മജീദ്, വേദിയിലുള്ള നേതാക്കന്മാർ അൻവർ കക്കലി, ജനാർദ്ദനൻ, നാസറാജി, ജിഷാദ്, ഷരീഫ്, ഗ്രാമ വർക്കിംഗ് ഗ്രൂപ്പിലേക്ക് എത്തിച്ചേർന്ന ബഹുമാന്യരായ ജനകീയ നേതാക്കളെ, സാമൂഹ്യ പ്രവർത്തകർ, വളരെ ആശ്വാസത്തോടു കൂടിയാണ് ഞാൻ 10-20 വർഷത്തിന് ശേഷം ഈ വേദിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാ ചങ്ങലകളുടെയും ബന്ധനത്തിൽ നിന്ന് മോചിതനായി ഒരു സ്വതന്ത്ര പരിവേഷത്തിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഈ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നെ നിയോഗിച്ചത്. നമ്മൾ കുറേ കാലങ്ങളായി കൂട്ടായി പ്രവർത്തിച്ചു വരുന്നവരാണ്. ഇതിൽ കാണുന്ന മുഖങ്ങളൊക്കെ എല്ലാ കാലങ്ങളിലും പഞ്ചായത്ത് ഭരണസമിതിയുടെ നടന്നോക്കാതെ പരസ്പരം സഹകരിച്ച് നല്ല നിർദ്ദേശങ്ങൾ നൽകി വർക്കിംഗ് ഗ്രൂപ്പിൽ സജീവമായി പ്രവർത്തിച്ചു. അതിനുശേഷം പഞ്ചായത്തിൻ്റെ മറ്റു വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ ഞാൻ ഈ യോഗത്തിൽ അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഈ യോഗമൊക്കെ വിളിച്ചു ചേർക്കേണ്ടി വന്നത്. ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഏത് നിമിഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുള്ളത് കൊണ്ട് ഗവൺമെൻറ് പദ്ധതിയുടെ രൂപീകരണ ഓഫീസിൻ്റെ കോൺഫറൻസ് ഹാളിൽ നടന്ന ഒരു പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാനിടയായി. 2 ദിവസങ്ങൾക്ക് മുമ്പാണ്, അന്നാണ് ഈ ടൈം ടേബിൾ അവിടെ തരുന്നത്. വളരെ പെട്ടെന്ന് ഈ പരിപാടികളൊക്കെ നടപ്പിലാക്കാനുള്ള, പരിപാടി രൂപീകരിക്കാനുള്ള യോഗങ്ങൾ ചേരണം, അതുപോലെ തന്നെ ഗ്രാമസഭ ചേരണം. എല്ലാ രീതിയിലും നിർദ്ദേശങ്ങൾ 2-ാം തീയതിയിലെ പഞ്ചായത്ത് ഭരണസമിതി സജീവമായി ചർച്ച ചെയ്ത് ആ പഞ്ചായത്തിൻ്റെ വരുമാന സ്രോതസ്സിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുത്തും നടപ്പിലാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തിയും അന്ന് ഇരിക്കുന്നുണ്ട്. പിന്നെ വീട് റിപ്പയർ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, കുറച്ചു കാലങ്ങളായി നടപ്പാക്കിയിരുന്നില്ല. ആ വീട് റിപ്പയറിന് കൂടുതൽ വകയിരുത്തേണ്ട ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. നമ്മുടെ പല ആളുകളുടെയും വീടുകളൊക്കെ തകർന്ന് തരിപ്പണമാകാൻ ഉള്ള പാകത്തിൽ നിൽക്കുകയാണ്. ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിലെ ചില മാനദണ്ഡങ്ങൾ നിലവിൽ വലിയ കുഴപ്പമില്ലാത്ത കെട്ടിടങ്ങളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചുമരുള്ള കെട്ടിടങ്ങൾ, ഓടിട്ട കെട്ടിടങ്ങൾ, അതൊക്കെ വാസയോഗ്യമായ വീടുകൾ കണക്കാക്കിയ ലൈഫ് ലിസ്റ്റിൽ നിന്ന് പുറത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് റിപ്പയർ ചെയ്യുന്നതിന് ഉള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം എന്ന് നമ്മുടെ ഭരണസമിതി ആലോചിച്ചിട്ടുണ്ട്. പിന്നെ മിനിമാസ്റ്റ് ലൈറ്റുകൾ കുറേ കാലമായി നമ്മൾ ഈ പഞ്ചായത്തിലൊക്കെ ആവശ്യപ്പെടുന്നതാണ്. കാവലക്കാടായാലും ഹൈസ്കൂൾ ഭാഗത്തായാലും നമ്മുടെ
ആശുപത്രിപ്പടിയിലും അത്താണിപ്പടിയിലും ഒക്കെ അടുത്തടുത്ത് തൊട്ടടുത്ത് അമ്മയും കുഞ്ഞും പോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ നിൽക്കുകയാണ്. ഈ മിനിമാസ്റ്റ് വിളക്കുകൾ MLA-യുടേതുണ്ട്, അതോടൊപ്പം പഞ്ചായത്ത് സ്ഥാപിച്ചതുണ്ട്. അത് തൊട്ടടുത്ത് നിൽക്കുക, അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. അതൊന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള പരിപാടികൾ അതേപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കൊക്കെ ഒരു ഓഫീസിൻ്റെ ലുക്കിലുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം. അതേപോലെ തന്നെ നമ്മുടെ പല ഓഫീസുകളും കുടിസായ കെട്ടിടത്തിലായതുകൊണ്ട് സൗകര്യമില്ല, അതൊക്കെ ഉണ്ടാക്കിയെടുക്കും. നമ്മൾ ഗെയിംസിനൊക്കെ പരിശീലനം കൊടുക്കാനുള്ള ഒരു കാര്യം കൂടി ആലോചിക്കുന്നു. കുട്ടികളെ നമ്മൾ ഹൈസ്കൂളിലെ തലത്തിലുള്ള കുട്ടികളായാലും അല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പ് കണക്കാക്കി കുട്ടികളെ നമ്മൾ കണ്ടെത്തി അവർക്ക് ഫുട്ബോൾ, വോളി, ബാഡ്മിൻ്റൺ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കോച്ചിനെ വെച്ച് പരിശീലനം കൊടുക്കാനും ഒരു നല്ല ടീമിനെ ഈ മേഖലകളിലൊക്കെ വളർത്തിയെടുക്കാനുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രോജക്റ്റാണ് ശുചിതരംഗം. ഈ വലിയ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്പീച്ച് തെറാപ്പിക്ക് പറ്റിയ ഒരു പരിശീലകരെ കിട്ടാൻ, ബാക്കി കിട്ടാൻ ഫിസിയോതെറാപ്പിസ്റ്റൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട്, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കിട്ടാൻ വളരെ പ്രയാസമുണ്ട്. അതുകൊണ്ട് അതുകൂടി നമ്മൾ ഒരു ആലോചനയിൽ ഉണ്ട്. മറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ഒരു കുറിപ്പ് നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കുക. 2026-27 വർഷത്തെ പദ്ധതി രൂപീകരണമായുള്ള ഈ വർക്കിംഗ് ഗ്രൂപ്പിന്റെ, ഈ ഭരണസമിതിയുടെ ആദ്യത്തെ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ഇതിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് പ്രഭാകരേട്ടൻ, ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ജസ്ന ബാനു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബഹുമാന്യനും മാതൃകയുമായ പുരുഷോത്തമ മാഷ് അടക്കമുള്ള മറ്റ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാദിഖ് അലി, വിദ്യാഭ്യാസാരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജുനൈനത്ത്, മറ്റു വേദിയിലിരിക്കുന്ന വിവിധ രാഷ്ട്രീയ നേതാക്കളെ, എൻ്റെ സഹപ്രവർത്തകരായ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, മുൻ മെമ്പർമാരെ അടക്കമുള്ള ഈ നാടിൻ്റെ സ്പന്ദനം അറിയുന്നവരെന്നെയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നവർ. എല്ലാവർക്കും ചേർന്ന എല്ലാവർക്കും അഭിവാദനം ചെയ്യുന്നു. നമ്മുടെ ഈ 2026-27 വർഷത്തെ പുതിയ പദ്ധതികൾ എന്തൊക്കെ ആവിഷ്കരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ, ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താനുള്ള കഴിഞ്ഞ പ്രാവശ്യം നടത്തിയതിന് അതല്ലാതെ നിങ്ങളുടെ ഇന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന നല്ല നല്ല 14 വർക്കിംഗ് ഗ്രൂപ്പുകളാണ് നമുക്കുള്ളത്. അങ്ങനെ വിവിധ തരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ടും അതുപോലെ മൃഗസംരക്ഷണം, പൊതുമരാമത്ത് പോലെയെല്ലാം അധ്യാപകരെ ഇതിന് സ്കൂളുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അങ്ങനെ 14 വർക്കിംഗ് ഗ്രൂപ്പിൽ അതിന് എന്തൊക്കെ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുമെന്നുള്ള നല്ല നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സഹകരണങ്ങളും ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ നമ്മുടെ പറയാനുള്ളത്. നമ്മുടെ നാടിൻ്റെ നല്ല നന്മയ്ക്ക് വേണ്ടി, നല്ല വികസന പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മ ഒത്തൊരുമ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ നന്മകളും എല്ലാവിധ ആശംസകളും നൽകുന്നു. നന്ദി, നമസ്കാരം. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ബാക്കി CPM-ന്റെ ജനാർദ്ദനൻ. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രഭാകരൻ, ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്ന ബാനു, ബാലി വൈസ് പ്രസിഡന്റ്, വൈസ് ചെയർമാൻ ഡോക്ടർ നമ്മുടെ ഈ പരിപാടി വളരെ വൈകിയിരിക്കുകയെന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ കിടക്കേണ്ടതുകൊണ്ട് കൂടുതലും സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ പഞ്ചായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് ഉള്ള പ്രത്യേകതയാണ് ആര് ചെയ്യുന്നു എന്ന് നോക്കാറില്ല, എന്ത് ചെയ്യുന്നു എന്നാണ് നോക്കാറ്. പരസ്പര സഹകരണത്തോടെ
20 പേരുണ്ട്. ഒരു പഞ്ചായത്തിൻ്റെ അധികാരം എന്ന് പറയുന്നത് ഭരണകക്ഷിയോ പ്രതിപക്ഷമോ എന്നില്ല. പഞ്ചായത്ത് ബോർഡ് ഒന്നാണ്. അതിൽ ഏറ്റവും ബഹുമാനപ്പെട്ട ആളുകളാണ് ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ജനങ്ങൾ, എൻ്റെ സഹോദരിമാർ സഹോദരന്മാർ. നിങ്ങളാണ് ഈ ബോർഡിനെ സഹായിക്കേണ്ടത്. അപ്പം നിങ്ങളുടെ നല്ല നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ബോർഡ് മുതലെടുക്കും. നമ്മുടെ ഒരു മകളാണ് നമ്മുടെ ഒരു പ്രസിഡന്റ് ജസീന ബാൻ. അവരെ എല്ലാവിധ ധൈര്യവും, പ്രതിപക്ഷം ഭരണപക്ഷം എന്നല്ല, നാട്ടിൽ നമുക്ക് ഈ ഒരു വികസന കാര്യങ്ങളിൽ ഒരു പക്ഷവും ഉണ്ടാവുന്നതാണ്. എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ജനങ്ങളാണ് അവരുടെ വലുത്, അല്ലെ പ്രതിനിധിയല്ല വലുത്, നിങ്ങളാണ് വലുത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തെല്ലാം ചെയ്യണം ആ നിർദ്ദേശങ്ങൾ ഇവിടെ നിങ്ങൾ അവതരിപ്പിക്കണം. അത് നമുക്കെല്ലാവർക്കും അനുയോജ്യമായ നിർദ്ദേശങ്ങളാണെങ്കിൽ നമ്മൾ അതുമായി മുന്നോട്ട് പോകും. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും. അധ്യക്ഷൻ പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭാകരൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പുറത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ജസ്ന ബാനു, മറ്റു സദസ്സിലും വേദിയിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമസ്കാരം. 2026-27 വർഷത്തെ വികസന പദ്ധതിക്ക് രൂപം നൽകാനോടെ ഈ യോഗം ചേർന്നിട്ടുണ്ട്. നല്ല നിർദ്ദേശങ്ങൾ നമ്മുടെ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കൊണ്ടുവരാനും ഒരുപാട് വികസനങ്ങൾക്ക് നേതൃത്വം നൽകാനും ഈ പുതിയ ഭരണസമിതിക്ക് കഴിയട്ടെ. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുതിയ ഭരണസമിതിയുടെ ആദ്യ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് എല്ലാവിധ ആശംസകളും കൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അതിലൂടെ പറഞ്ഞു സമയം വൈകിയിരുന്നു. മാത്രമല്ല അവിടെയൊക്കെ ആള് നിൽക്കുന്നുണ്ട്. 1 മണിക്കൂറിലപ്പുറം ആൾക്ക് ഇരിക്കാൻ കഴിയില്ലാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. വളരെ ബഹുമാനരായിട്ടുള്ള നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ അംഗങ്ങളെ, പ്രിയപ്പെട്ട മെമ്പർമാർ, ഉദ്യോഗസ്ഥന്മാർ, സഹോദരി സഹോദരന്മാരെ, സുപ്രധാനമായിട്ടുള്ള വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ 13 ഗ്രൂപ്പിലേക്കുള്ള തോന്നുന്നു അതിൽ ഇരുന്ന് ചർച്ച ചെയ്ത് നല്ല ഡിസ്കഷൻ, നല്ല തീരുമാനങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകണം. ഇതാണ് ജനാധിപത്യം. പിന്നെ ഇവിടെ ഇരിക്കുന്നതൊക്കെ നേരത്തെ അപ്പുറത്തിരുന്നൊക്കെ ആവും. ഞങ്ങളൊക്കെ വിചാരിച്ച് കുറച്ച് കയറിയിരിക്കാണ്, പക്ഷെ നമ്മൾ പുറകിലേക്ക് പോയി. അപ്പോൾ അതങ്ങനെയാണ്, സ്വാഭാവികമാണ് ഇതൊക്കെ. പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ വരും. രാഷ്ട്രീയത്തിൽ എതിരാളി ശത്രുവല്ല, മാനിക്കപ്പെടേണ്ട എന്താ പറയുക പ്രതിയോഗിയാണ് എന്ന ഒരു പ്രയോഗം കേരളത്തിൻ്റെ ഒരു മുൻ ഗവർണർ, കേരളത്തിലുണ്ടായിരുന്ന മുൻ ഗവർണർ, മേഘാലയയുടെ ഗവർണറായിരുന്നു അദ്ദേഹം എഴുതി വെച്ചിട്ട് ഇവിടെ വായിച്ചിട്ടുണ്ട്. മാനിക്കപ്പെടേണ്ട പ്രതിയോഗിയാണ്. പ്രിയപ്പെട്ട ജനാധിപത്യം പറഞ്ഞതുപോലെ തന്നെ അതിന് മറുപടിയായിട്ടും കൃത്യമായിട്ടും പ്രഭാകരൻ പറഞ്ഞു. ജനകീയാസൂത്രണത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് ഇവിടെ ഇരിക്കുന്നുണ്ട് പലരും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഞങ്ങളൊക്കെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇതിൽ കടന്നു വരുന്ന സമയത്താണ്. നാളെ ഫെബ്രുവരി 1 രാവിലെ 10 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചിട്ട് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അപ്പോൾ ആ സദസ്സിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം പിന്തുണയും വേണം. എല്ലാവിധ ആശംസകളും നേടിയാണ് പുതിയ വർക്കിംഗ് ഗ്രൂപ്പിന്. ഇത്രയും ആളുകളുടെ ഇടയിൽ ഒരുപാട് ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് വരാനുണ്ട്. എല്ലാം ഉൾക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു വികസനം കാഴ്ചവെക്കാൻ പുതിയ വർക്കിംഗ് ഗ്രൂപ്പിന് കഴിയട്ടെന്ന് ആശംസിക്കുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി നാട്ടുകാരും മുഴുവൻ നമ്മുടെ പഞ്ചായത്തിൽ എനിക്കെന്ത് വേണം എന്നുള്ളതല്ല, നമുക്ക് എന്ത് വേണം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാം നല്ല നല്ല പദ്ധതികൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരണം. അതിനുവേണ്ടിയാണ് നമ്മൾ പോകുന്നത്. പരിപാടി വളരെ ആശംസകൾ നേരുന്നു. പ്രഭാകരൻ ടി പി ചെയർമാൻ, പൊതുഭരണവും ധനകാര്യവും, അതിൽ കണക്കുകൾ രേഖകൾ തയ്യാറാക്കൽ, ഭരണം മെച്ചപ്പെടുത്തും. ഇതാണ് അതിൽ വരേണ്ട ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ. വിഷ്ണു പ്രസാദ് സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് കൺവീനറാണ്. ചാനൽ പ്രദീപ്, മുഹമ്മദ് ഷഫീഖ് MP, ഹസ്രത്ത് സി, അഫ്സത്ത് അസ്രത്ത വൈസ് പ്രസിഡന്റ് ന്യൂസ് കമ്മിറ്റി. പൊതുമരാമത്ത്, ഊർജ്ജ വൈദ്യുതി ഉൾപ്പെടെ ചെയർപേഴ്സണായിട്ട് നാലകത്ത് ഷമീന.
ശ്രീജയ് സലീം മുതൽ ഡബിളിങ് നോക്കണം. പ്രവീണ ജസ്റ്റ് അതിന് ചെറിയ മാറ്റം ഉണ്ടാകും. ഷമീന നാടകത്തിൽ ചെയർപേഴ്സൺ, സിനുയൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കൺവീനറാണ്. അംഗങ്ങൾ MP ഷറഫുദ്ദീൻ, AP പ്രഭാകരൻ, AP പ്രകാശൻ, പ്രവീണ ഓവർസിയർ, അഷ്കർ MJNRSന്റെ AE, ഇല്യാസ് PV, മുഹമ്മദ് അഫീൻ, മുഹമ്മദ് കാസിം, ഉമ്മർ PK, P മജീദ്, സാദിഖ് IP, ഷംസീദ്, ഹംസ കിഴക്കാത്ത്, ദുൽഫിക്കർ KV. ഇതാണ് അതിലെ അംഗങ്ങൾ. G കൃഷ്ണൻ, ഭാസ്കരൻ, രാധിക KK, സരിത T, KT വിശ്വനാഥൻ, വാസു ചുക്കശ്ശേരി, N മജീദ്, EP ബാവ, പ്രസാദ് TP, ഗോപാലൻ MR. ഉഷ MN. 13 പേര് അതത് ഗ്രൂപ്പിലേക്ക് പോകുക. പേര് വായിക്കാത്ത പ്രധാനപ്പെട്ട പല ആളുകളും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ക്ഷണിച്ചു വന്നതുമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പിലേക്ക് പോയിട്ട് നമുക്ക് പിന്നീട് അത് ക്രമീകരിക്കാം. അതാണ് ഇപ്പം നല്ലത്. അവിടെ മാത്രമേ വർത്താനമുള്ളൂ. അത് എന്തേലും നടക്കുമോ? ഇവിടെ എന്തേലും നടക്കുമോ? എന്തേലൊക്കെ നടക്കൂലേ? ഞാനും പാടി ഇവിടെ ഇല്ലെങ്കിലേ ഇതൊക്കെ നമ്മൾ പകർത്തി പമ്പ് ഓപ്പറേറ്റർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക. ഫിൽറ്റർ റീസ്റ്റോറിങ്ങിനുള്ള സംവിധാനങ്ങൾ. പെരുന്തല്ലൂർ പമ്പ് ഹൗസിൽ നേരിട്ടുള്ള AC വയറിംഗ് ആക്കണം. ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വാട്ടർ കണക്ഷൻ നൽകാൻ തീരുമാനിക്കുക. ഏതെങ്കിലും കാരണവശാൽ കുടിവെള്ളം കൊടുക്കുന്നത് തടസ്സം നേരിട്ടാൽ പകരം ടാങ്കർ സംവിധാനം പഞ്ചായത്ത് ചെലവിൽ ആ ഭാഗങ്ങളിലേക്ക് ഏർപ്പാടാക്കി കൊടുക്കും. ശുചിത്വം. പൊതു ഇടം ശുചീകരണം, തൊഴിലാളിവൽക്കരണം, ജൈവ മാലിന്യ സംസ്കരണം. തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ധനസഹായം
തൊഴിൽ നേടിയുള്ള വിദേശ യാത്രയ്ക്ക് ധനസഹായം. അത് ഒരു പഞ്ചായത്ത് എടുത്തിട്ടില്ല. അത് നമ്മുടെ പഞ്ചായത്തിന് അനുയോജ്യമായി ഒന്ന് മാറ്റുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ഒരു 10-250 പേർക്ക് തൊഴിൽ കൊടുക്കാം. പഞ്ചായത്തിന് നല്ലൊരു വരുമാനം ഉണ്ടാവും. ഇത് നടന്നു പോകുന്നത് പോലെ നടന്നു പോവുകയും ചെയ്യും. ഈ കടവ് നമുക്ക് യാഥാർത്ഥ്യമാക്കാം. അത് പഞ്ചായത്തിന് വലിയൊരു വരുമാനമാണ്. ഇപ്പോൾ നമുക്ക് ചെറിയ ഒരു വരുമാനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുഴയോര മേഖല താമസിക്കുന്ന കുടുംബങ്ങൾക്ക് അതൊരു വലിയ ആശ്വാസമായി മാറും. അപ്പൊ നമുക്ക് ഒരു മുരിക്കുമാട് ഒരു ടൂറിസം മേഖലയാക്കിയിട്ട് നമുക്ക് വലിയ ഒരു വരുമാനം അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ ആ ബോട്ട് അഴിമുഖം തിരൂര് സർവീസ് നടത്താം. പിന്നെ അവിടെ വേണമെങ്കിൽ കുറ്റിക്കാട് ഭാഗം വരെ ചമ്മറോട്ടം പാലം വരെ നമുക്ക് ആ ബോട്ട് സർവീസ് എത്തിക്കാം. അത് പഞ്ചായത്തിൻ്റെതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സൗകര്യവും. കാരണം ഇപ്പോൾ നടത്തുന്ന പിന്നാലുള്ള ബോട്ട് സർവീസുകൾ കൂടുതൽ സ്വകാര്യ മേഖലയിലാണ്. അത്യാവശ്യം 150 ആളെ കൊള്ളുന്ന ബോട്ടിലാണ് കൊണ്ടുവന്നത്. നമുക്കൊരു 60-70 ആളെ വെച്ച് കൊള്ളുന്ന ഒരു ബോട്ട് 2-3 ബോട്ട് ഉണ്ടാക്കണമെങ്കിൽ പഞ്ചായത്തിന്റെ മറ്റ് തനത് വരുമാനത്തിലേക്ക് മുതൽക്കൂട്ടാവും. വ്യതിയാനം, പരിസ്ഥിതി സംരക്ഷണം ഉണ്ടാക്കുക, മുരിക്കുമാട് ദ്വീപിലെ കണ്ടൽക്കാടുകളുടെ സംരക്ഷണം, ബയോഗ്യാസ് നിർമ്മാണം, കുടിവെള്ള സംരക്ഷണവുമായി തടയണ നിർമ്മാണം, ജൈവ വൈവിധ്യ രജിസ്റ്റർ പുതുക്കല്, മഴവെള്ള സംഭരണി, പൊതുകിണർ നവീകരണം, നിർദ്ദേശങ്ങൾ ഒത്തിരി റോഡുകളുടെ ഒക്കെയാണ് ഇതിൽ വന്നേക്കുന്നത്. പിന്നെ അവിടെ കുറച്ച് മറ്റു വാർഡുകളുടെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അത് ഒന്നിച്ച് നമുക്ക് എല്ലാ വാർഡുകളുടെയും മെമ്പർമാരെ വെച്ചിട്ട് നമുക്ക് അതുപോലെ ഗ്രാമസഭ വഴി നമുക്ക് എന്തൊക്കെയാണ് ആ വാർഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇതിൽ എത്തിച്ചേർക്കാം. ഇപ്പോൾ വന്ന നിർദ്ദേശങ്ങൾ കോച്ചാമ്പള്ളി തോട്ടുപാടം റോഡ് പൂർത്തീകരണം, ആശാരിപ്പടി പള്ളിപ്പടി റോഡ് പൂർത്തീകരണം, ആശാരിപ്പടി ബീവിപ്പടി റോഡ്, അരേപ്പാടം കള്ളൂർ റോഡ്, കള്ളൂർ ട്രാൻസ്ഫോമർ റോഡ്, മുക്കാലിപ്പറമ്പ് വെസ്റ്റ് നഗർ റോഡ് പൂർത്തീകരണം, കോച്ചാമ്പള്ളി തോട്ടുപാടം റോഡ് ഡ്രൈനേജ്, അരയമ്പാടം പരുവക്കുറ്റി റോഡ് നിർമ്മാണം, തോട്ടുപാടം പരുവക്കുറ്റി റോഡ്, UP സ്കൂൾ കരീലപ്പാലം റോഡ് നിർമ്മാണം, സാമിപ്പടി റോഡ് പൂർത്തീകരണം, അങ്കണവാടി കിണറ്റേരിപ്പറമ്പ് റോഡ്, മാപ്പാലപ്പടി നടപ്പാത, അമ്മോത്ത് പടന്നപ്പടി നടപ്പാത, ആറുമണ്ട പരീതുപടി റോഡ്, ആശുപത്രിപ്പടി വാരിക്കടവ് റോഡ്, കിടക്കനാട് ചാത്തുരുത്തി തണ്ടാട്ടിപ്പടി റോഡ്, ചാത്തുരുത്തി കളരി അമ്പലം റോഡ്, തൃക്കല്ലോ കുന്നുങ്ങൽ റോഡ്, അത്താണിപ്പടി പാരക്കപ്പള്ളി റോഡ്, അത്താണിപ്പടി മടത്തിൽപ്പടി റോഡ്, കുളത്തിൽപ്പടി വെള്ളരിക്കായി റോഡ്, ആശാരിപ്പടി പള്ളിപ്പടി റോഡ് ഡ്രെയിനേജ്, ആശാരിപ്പടി ബീവിപ്പടി റോഡ് ഡ്രെയിനേജ്, ടെലിഫോൺ എക്സ്ചേഞ്ച് റോഡ്, സുവർണ ജൂബിലി റോഡ്, കൾവർട്ട് നിർമ്മാണം, പുറത്തൂർ ജുമാ മസ്ജിദ് നടുവിലവട്ടം റോഡ് ഡ്രെയിനേജ് നിർമ്മാണം, മുട്ടന്നൂർ ജുമാ മസ്ജിദ് വാടിക്കടവ് റോഡ് ഡ്രെയിനേജ് നിർമ്മാണം, കരീലപ്പാലം ഹജനമണം റോഡ് ഡ്രെയിനേജ്, ആശാരിപ്പടി പാർക്കിംഗ് റോഡ്, കോറാട്ടിൽ ബൈപ്പാസ് ഡ്രെയിനേജ് റോഡ് പൂർത്തീകരണം, മുരുക്കുമാട് ചിറക്കൽ നടപ്പാത പൂർത്തീകരണം, ആശുപത്രിപ്പടി മുട്ടന്നൂർ ജുമാ മസ്ജിദ് ലിങ്ക് റോഡ് കോൺക്രീറ്റ് പൂർത്തീകരണം, കടൂർ സ്കൂൾ റോഡ് പൂർത്തീകരണം, ചാത്തുരുത്തി തണ്ടാട്ടിപ്പടി റോഡ് നവീകരണവും പൂർത്തീകരണവും, എടക്കനാട് അങ്കണവാടി മുതൽ പള്ളി വരെ ഡ്രെയിനേജ്, കടൂർ LP സ്കൂൾ ബീവിപ്പടി റോഡ്, ബഡ്സ് സ്കൂൾ പരിസരത്ത് അങ്കണവാടി റോഡ്, ചാത്തുരുത്തി കളരി അമ്പലം റോഡ് ഡ്രെയിനേജ്, സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക, എടക്കനാട് മിച്ചഭൂമി ബഡ്സ് സ്കൂൾ റോഡ് ഡ്രെയിനേജ്, എല്ലാ വാർഡുകളിലും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക, പുതിയ സ്ട്രീറ്റ് ലൈറ്റ്, കള്ളൂർ സ്കൂളിൽ പാചകപ്പുര, PCBകൾക്ക് ഷട്ടറുകൾ സ്ഥാപിക്കുക, ആശുപത്രിപ്പടി വാടിക്കടവ് മുട്ടന്നൂർ ജുമാ മസ്ജിദ് ബൈപ്പാസ് റോഡ്,
ആരാങ്കണ്ണം ഡ്രെയിനേജ് പൂർത്തീകരണം, ഊരോത്ത് പറമ്പ് ഡ്രെയിനേജ്, ഉണിക്കാട്ട് തറവാട് റോഡ്, കളരി അമ്പലം റോഡ്, കള്ളിച്ചാൽ ഡ്രെയിനേജ് വാർഡ് 18-ല്, ആറുകണ്ണം പരീതിപ്പടി നടപ്പാത പൂർത്തീകരണം, ബഡ്സ് സ്കൂൾ പരിസരത്ത് മിനിമാസ് ലൈറ്റ്, ശാന്തിനഗറിന് മിനിമാസ് സ്ഥാപിക്കുക, 7 പറഞ്ഞ സ്ട്രീറ്റ് ലൈറ്റ് മാറ്റല് പുതുതായി സ്ഥാപിക്കുകയും വേണം. സ്ഥിരമായി റിപ്പയർ നൽകി പഞ്ചായത്തിലെ എല്ലാ ലൈറ്റുകളും റിപ്പയർ നൽകണം. നായത്തോട് പാലത്തിന് ഹൈമാസ് ലൈറ്റ്, കളരിയമ്പലം ആച്ചാമ്പലക്കം റോഡ് പുനരുദ്ധാരണം, ശാസ്ത്ര സ്കൂൾ മടത്തിലപ്പടി റോഡ് പൂർത്തീകരണം, അങ്ങോട്ടുപടി നടപ്പാത പൂർത്തീകരണം, ഉടപ്പറമ്പ് നടപ്പാത പൂർത്തീകരണം, സ്കൂളുകളുടെ അറ്റകുറ്റപ്പണി നടത്തുക. ഇതൊക്കെയാണ് ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ വന്നത്. ഇനി പല വാർഡുകളിലും റോഡുകളിലും ഒക്കെ വരാനുണ്ട്. അത് നമുക്ക് ഇതിൽ കൂട്ടിച്ചേർക്കാം. നെൽകൃഷി വികസനം, സമയബന്ധിതമായി നെൽവിത്തുകളായിട്ടുള്ള പൗർണമി, പൊന്മണി എന്നിവ ലഭ്യമാക്കാൻ, പാടശേഖരങ്ങൾ സ്പ്രേയർ അല്ലെങ്കിൽ കുട്ടിപ്പമ്പ് വിതരണം, നെൽകൃഷി വികസനം, ഇടവിള കിറ്റ് വിതരണം, വേനൽ പയർ വെള്ള വിതരണം, വാഴക്കന്ന് വിതരണം, പച്ചക്കറി വികസനം, കൃഷിഭവൻ ദൈനംദിന ചെലവുകൾ, ഫലവൃക്ഷ തൈകൾ വിതരണം, ജലസേചന പമ്പ് സെറ്റിന് സബ്സിഡി, ബയോ ഫാർമസി, ഹൈടെക് കൃഷി, കവുങ്ങിൻ തൈ വിതരണം, പന്നിശല്യത്തിനെതിരെ പ്രൊജക്ടിനുള്ള നിർദ്ദേശം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പച്ചക്കറി തൈകൾ, മേൽത്തട്ട നിർദ്ദേശങ്ങൾ, ഇറിഗേഷൻ കനാൽ അറ്റകുറ്റപ്പണി, കനാലുകളുടെ വികസനം, പ്രകൃത്യാ തോടുകളുടെ സംരക്ഷണവും സംയോജനവും. നിർദ്ദേശങ്ങളാണ്. ഫാഷൻ ഡിസൈനിങ്ങിൽ അഭിരുചിയുള്ള തൊഴിലെഴുത്തരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ പരിശീലന പദ്ധതി നടപ്പിലാക്കുക. തൊഴിലെഴുത്തരായ യുവതി യുവാക്കൾക്ക് MS ഓഫീസിൽ കമ്പ്യൂട്ടർ പരിശീലനം നൽകാൻ പദ്ധതി തയ്യാറാക്കുക. പഞ്ചായത്തിന്റെ സാമ്പത്തിക ധനസഹായത്താൽ ഡേ കെയർ സംരംഭം തുടങ്ങാനുള്ള പദ്ധതി നടപ്പിലാക്കുക. കുടുംബശ്രീയുടെ കീഴിലുള്ള യുവതികൾക്ക് ഓട്ടോറിക്ഷ പരിശീലനത്തിന് പദ്ധതി വയ്ക്കുക. കുടുംബശ്രീ വഴി എല്ലാ വർഷവും തൊഴിൽമേള സംഘടിപ്പിക്കാൻ പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുക. നായത്തോട് പാലത്തിനോട് ചേർന്ന് ഒരു പ്രകൃതി സൗഹൃദ പാർക്കും കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടും വേണ്ടി പദ്ധതി നടപ്പിലാക്കുക. പഞ്ചായത്തിന്റെ പദ്ധതി വെച്ച് പടിഞ്ഞാറക്കര ബീച്ച് ഹോം സ്റ്റേ നിർമ്മിക്കാൻ പദ്ധതി നടപ്പിലാക്കുക. അതുവഴി പഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നാണ് ലക്ഷ്യം. ഇത്രയാണ് പ്രാദേശിക സാമൂഹിക വികസന വർക്കിംഗ് ഗ്രൂപ്പിന്റെ നിർദ്ദേശങ്ങൾ. ഇനി ദാരിദ്ര്യ ലഘൂകരണം. അഗതിരഹിത കേരള പദ്ധതിയിൽ ഉൾപ്പെട്ട് ഗുണഭോക്താക്കൾക്ക് പഞ്ചായത്തിന്റെ പ്ലാൻ പദ്ധതി വഴിയോ പ്ലാൻ ഫണ്ട് വെച്ചോ തനത് ഫണ്ട് ഉപയോഗിച്ചോ ഭക്ഷണ കിറ്റ് നൽകാനുള്ള പദ്ധതി നടപ്പിലാക്കുക. വീട് അറ്റകുറ്റപ്പണിക്ക് ജനറൽ വിഭാഗത്തിന് 1 ലക്ഷം രൂപയും SC വിഭാഗത്തിന് 1 ലക്ഷം രൂപയും ഉൾപ്പെടുത്തി പദ്ധതി നടപ്പിലാക്കുക. ഇത്രയാണ് നിർദ്ദേശങ്ങൾ. എല്ലാ സ്കൂളിലും സോപ്പ് കിറ്റ് പൂർത്തീകരിക്കുക. മാതൃകാ ലൈബ്രറി ഇനി ലഭിക്കാനുള്ള സ്കൂളുകൾക്ക് നൽകുക. ഫിൽറ്റർ മെയിൻ്റനൻസ്, കിണറുകൾ ശുചിയാക്കൽ, പഠിതാക്കൾക്കുള്ള ഫീസ്, കലാകായിക ശാസ്ത്രമേള ഫണ്ട്, ദൈനംദിന ചെലവുകൾ ഗവൺമെന്റ് സ്കൂളുകൾക്ക് ഫണ്ട് നൽകുന്നു. കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾ, ലാപ്ടോപ്പ് ഉൾപ്പെടെ CCTV, സോളാർ, വേസ്റ്റ് ബിൻ, സ്മാർട്ട് TV, സ്പോർട്സ് കിറ്റ്, അടുക്കളയിലേക്ക് പാത്രങ്ങൾ, ഫർണിച്ചറുകൾ, LP, UP വേണ്ടി. പുതിയ ക്ലാസ് റൂമുകൾക്ക് ഫർണിച്ചറുകൾ വേണം. സഹവാസ ക്യാമ്പുകൾ നടത്തണം. പിന്നെ എല്ലാ സ്കൂളിലും വൈറ്റ് ബോർഡ് വേണം. അധ്യാപക പരിശീലനം നടത്തണം. മൈക്ക് സെറ്റ് വേണം ഇനി കിട്ടാനുള്ള സ്കൂളുകൾക്ക്. പിന്നെ കിടക്കനാട് സ്കൂളിന് കളിസ്ഥലം വേണം. ബിൽഡിംഗ് മെയിൻ്റനൻസ് വേണം. ഓഡിറ്റോറിയം വേണം. പടിഞ്ഞാറക്കര സ്കൂളിന് കമ്പോസ്റ്റ് കിറ്റ് വേണം. ചുറ്റുമതിൽ ഉയരം കിട്ടണം. മുത്തന്നൂർ സ്കൂളിന് ഉപയോഗശൂന്യമായ ടോയ്ലറ്റുകൾ നവീകരിക്കണം. ചുറ്റുമതിലിന് പെയിന്റ് അടിക്കണം. കളിസ്ഥലം വേണം. പിന്നെ സ്റ്റേജ് ആൻഡ് ഓഡിറ്റോറിയം വേണം. സ്ട്രീറ്റ്സിന് നെറ്റ് വേണം. ശാസ്ത്ര സ്കൂളിന് കുളം നവീകരിക്കണം. വൈദ്യുത ലൈൻ മാറ്റണം. സ്കൂളിൻ്റെ
ഗ്രൗണ്ടിലൂടെ പോകുന്ന വൈദ്യുതിയെ മാറ്റണം. സ്മാർട്ട് ലൈബ്രറി വേണം. പുറത്തൂർ യൂണിറ്റ് കോൺഫറൻസ് ഹാൾ പണി പൂർത്തിയാക്കണം. പിന്നെ പുതിയ ക്ലാസ് റൂമുകൾക്ക് ഫർണിച്ചർ വേണം. വെൽഫെയർ സ്കൂളിന് കിച്ചൺ നിർമ്മാണം അത്യാവശ്യമാണ്. ഉപയോഗശൂന്യമായ വൃത്തിയാക്കി ഉപയോഗയോഗ്യമാക്കണം. ടോയ്ലറ്റ് ഉപയോഗശൂന്യമായി ശരിയാക്കണം. പാതിരിയുടെ നിലവിലും റിപ്പയർ ചെയ്യണം. സ്കൂൾ മതിൽ ആകർഷകമാക്കണം. കളിസ്ഥലം വേണം. ദേവിലാസം സ്കൂളിന് സ്മാർട്ട് TV വേണം. സ്മാർട്ട് ലൈബ്രറി വേണം. അതേപോലെ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം വന്നത് PSC കോച്ചിങ്, IAS-നുള്ള കോച്ചിങ് എന്നുള്ള സൗകര്യം ഏർപ്പെടുത്തണം. ഇനി അടുത്ത യുവജനകാര്യമാണ്. പഞ്ചായത്തിന് സ്വന്തമായി ഇൻഡോർ സ്റ്റേഡിയം വേണം. വാർഡ് 15 കൈപ്പാടത്ത് ഫാമിലി പഞ്ചായത്തിന് കൈമാറിയ സ്ഥലത്ത് സ്റ്റേഡിയം നിർമ്മിക്കണമെന്നാണ്. വോളിബോൾ, ബാഡ്മിന്റൺ വയ്ക്കുന്ന പരിശീലനത്തിന് രജിസ്ട്രേഷനുള്ള ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം നടത്തുക. കേരളോത്സവം ചടങ്ങ് തീർക്കുന്നത് പോലെ നടത്താതെ മുൻകൂട്ടി ക്ലബ്ബുകളെ അറിയിച്ച് ട്രോഫിയും പ്രൈസ് മണിയും കൊടുക്കാനുള്ള സംവിധാനം കാണുന്നു. ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള മത്സരത്തിനുള്ള ചെലവ് ആ ക്ലബിന് പഞ്ചായത്ത് നൽകണം. 2 സ്റ്റേഡിയത്തിൻ്റെയും വർക്കുകൾ പൂർത്തീകരിക്കുക. അതായത് പുറത്തൊരു ബസ് സ്റ്റാൻഡിലുള്ള സ്റ്റേഡിയം, അതുപോലെ പുറപ്പള്ളിയുള്ള സ്റ്റേഡിയം. മുട്ടന്നൂർ സ്കൂളിൽ ഒരു കളിസ്ഥലം വേണം. സ്കൂളിലല്ല, മുട്ടന്നൂർ ഒരു കളിസ്ഥലം വേണം. അത്രയുമാണ്. പശുക്കുട്ടി എഴുതണം, ധാതുലവണ വിഷയം എഴുതണം, തെരുനായ വാക്സിനേഷൻ, മെഡിസിൻ, കോഴി വിതരണം, താറാപ്പശു വിതരണം, മിനി ഡയറി, നയത്തിൽ ഫാന് അവഗാന എഴുതണം, പാലിന് സബ്സിഡി, കാലിത്തീറ്റ സബ്സിഡി, ഇൻഷുറൻസ് പരിരക്ഷ, കാലിത്തൊഴുത്ത്, ചാണകപ്പൊടി ഉൾപ്പെടെ ക്ഷീരസംഘത്തിന് സ്വന്തമായി സ്ഥലവും കെട്ടിടവും നിർമ്മിക്കുക. SNBP. സാമൂഹ്യനീതി, ഭിന്നശേഷിയുള്ളവർ, വൃദ്ധർ, കുട്ടികൾ, ഭിന്നലിംഗ വിഭാഗം മുതലായവയുടെ വർക്കിംഗ് ഗ്രൂപ്പിന്റെ നിർദ്ദേശങ്ങളാണ് ഇവിടെ വായിക്കുന്നത്. പകൽ വീട് കേന്ദ്രീകരിച്ച് മാനസികാരോഗ്യം, മാനസിക ഉല്ലാസം എന്നിവ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ, പദ്ധതികൾ എന്നിവ നടപ്പിലാക്കുക. വയോജനങ്ങൾക്ക് സാങ്കേതിക വിദ്യ പ്രായോഗിക പരിശീലനം, സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗത്തിലൂടെ ആവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നിവയ്ക്കുള്ള പരിശീലനം നൽകുക. കുട്ടികൾക്ക് കലാകായിക പരിശീലനത്തിനായി ഇൻഡോർ സ്റ്റേഡിയം ഒരുക്കുക. നീന്തൽ പരിശീലനം, കളരിപ്പയറ്റ്, കരാട്ടെ എന്നിവ പരിശീലനം നൽകുക. കൗമാരക്കാർക്ക് കൗൺസിലിംഗ് ക്ലാസുകൾ, ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ എന്നിവ സംഘടിപ്പിക്കുക. പ്രീമറിറ്റൽ അവയർനെസ് ക്ലാസുകൾ സംഘടിപ്പിക്കുക. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനുതകുന്ന പദ്ധതികൾ നടപ്പിലാക്കുക. സാമ്പത്തിക വിനിയോഗം, സാമ്പത്തിക അച്ചടക്കം എന്നിവ കുട്ടികളിൽ പരിശീലനം നൽകുന്നതിനാണ് ഇത്തരം പദ്ധതി ഉപകാരപ്പെടുക. ബഡ്സ് സ്കൂളിൽ കുടിവെള്ളത്തിന് ശാശ്വത പരിഹാരം കാണുക. ബഡ്സ് വിദ്യാർത്ഥികൾക്ക് സ്ഥിരമായ വാഹന സൗകര്യം ഒരുക്കുക. ബഡ്സ് സ്കൂളിൽ അഗ്രി തെറാപ്പി, ചെണ്ടുമല്ലി, കുറ്റിമുല്ല, പച്ചക്കറികൾ എന്നിവയുടെ നൂതന കൃഷിരീതികൾ കൃഷി വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുക. നഴ്സറി, ഫാം മുതലായവ ഒരുക്കുക. ഭിന്നശേഷി സൗഹൃദ പാർക്ക് പഞ്ചായത്തിൽ സ്ഥാപിക്കുക. ബഡ്സ് സ്കൂളിലെ വിവിധ തെറാപ്പി സാധ്യതകൾ വിപുലീകരിക്കുകയും പഞ്ചായത്തിലെ മറ്റുള്ള ആവശ്യക്കാർക്കും ഈ സേവനം ഉപയോഗയോഗ്യമാക്കുകയും ചെയ്യുക. ബഡ്സ് സ്കൂളിലെ മുതിർന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കമ്മ്യൂണിറ്റി ഷോപ്പ് പോർട്ടബിൾ സാധ്യമാക്കുകയും പഞ്ചായത്തിനും പുറത്തും നടക്കുന്ന പ്രോഗ്രാമുകളിൽ വിപണന സാധ്യതകൾ ഒരുക്കുകയും ചെയ്യുക. ബ്രെഡ് കഫേ എന്നുള്ളതാണ് ബഡ്സ് സ്കൂളിലെ ആ സംരംഭത്തിന് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അതായത് പോർട്ടബിൾ ആയിട്ട് ഒരു വാഹനം നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ ഈ സംവിധാനം നന്നായി നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. പഞ്ചായത്തിലോ ഘടക സ്ഥാപനങ്ങളിലോ ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ തസ്തികകൾ കണ്ടെത്തി നിയമനം നടത്തുക. ഓട്ടിസം പാർക്ക് നിർമ്മിക്കുക. ബഡ്സ് സ്കൂളിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്നിവരെ നിയമിക്കുക. പകൽ വീട് കേന്ദ്രീകരിച്ച് വയോജനങ്ങൾക്ക് ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ സാധ്യത കണ്ടെത്തി ഒഴിവു സമയം ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പദ്ധതി നടപ്പിലാക്കുക.
ഭിന്നശേഷി മേഖലയിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏർലി ഐഡന്റിഫിക്കേഷൻ, ഏർലി ഇന്റർവെൻഷൻ എന്നീ സംവിധാനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ സാധ്യമാക്കുക. ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ നൽകുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പ്, പഞ്ചായത്ത്, സാമൂഹ്യക്ഷേമ വകുപ്പ് എന്നിവയുടെ ഒരു ഏകോപന സാധ്യത നടപ്പിലാക്കുക. ഇത് ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും, SSKയിൽ നിന്നും, അതുപോലെ പഞ്ചായത്തിൽ നിന്നും, അതേപോലെ തന്നെ സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നും ഒരേ സഹായോപകരണം ഓരോ വർഷം കിട്ടുന്ന ഒരു സാധ്യത കാണാറുണ്ട്. അതായത് ഒരു കുട്ടിക്ക് തന്നെ ഒരേ ഉപകരണം 3 സ്ഥലത്ത് നിന്ന് കിട്ടുക. അപ്പൊ അതിലൊരു ഏകോപന സാധ്യത കാണുകയാണെങ്കിൽ പരമാവധി കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നതാണ്. ഇത്രയാണ് ഞങ്ങൾ എഴുതിയിട്ടുള്ളത്. താങ്ക് യു. വനിതാ ശിശു വികസന കാര്യങ്ങൾ, വനിതാ സ്വയം തൊഴിൽ സംരംഭങ്ങൾ, വനിതകളുടെ വെൽനസ് സംരംഭങ്ങൾ, കുടുംബ കൗൺസിലിങ്ങുകൾ, ശുചിത്വ കാര്യങ്ങൾ, ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തണം, കുട്ടികൾക്ക് പ്രത്യേക ആരോഗ്യ പരിപാലനം, പൊതു ഇടങ്ങളിൽ ശിശു സൗഹൃദ ഇടങ്ങൾ ഉണ്ടാക്കുക, കുട്ടികളുടെ പോഷകാഹാരം, അംഗൻവാടി സേവനങ്ങൾ, അതൊക്കെയുണ്ട്. ഓൾറെഡി പുതിയ കാര്യങ്ങൾ നടത്തുന്നു. ശിശു ആരോഗ്യ പരിശോധനകളും വാക്സിനുകളും, സ്ത്രീകൾക്ക് ഡിജിറ്റൽ സാക്ഷരത, സർക്കാർ സേവനങ്ങൾ ഡിജിറ്റൽ ആയി ലഭ്യമാക്കാൻ, വനിതാ ശിശു വികസനത്തിന് കേന്ദ്ര സംസ്ഥാന പദ്ധതികളും പരമാവധി ഉപയോഗിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ശിശു വികസനം. ഏകോപനമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പാലിയേറ്റീവിൻ്റെ ഒരു കൂട്ടായ്മ ഇവിടെ ഉൾപ്പെടുത്തി ഒരു കൗൺസിലിംഗ് നടത്താനുള്ള തീരുമാനമായിട്ടാണ് ഉള്ളത്. പിന്നെ നമ്മുടെ കരുതൽ സമൂഹ ആരോഗ്യ ഇടപെടൽ നിലക്ക് ജീവിത ശൈലി രോഗങ്ങളിൽ നിന്നും പരമാവധി ആളുകൾ മുക്തരാക്കുക, യോഗ പരിശീലനം, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മഴക്കാല ശുചിത്വ, വേനൽക്കാല ശുചിത്വ ഞങ്ങൾക്ക് ഉൾപ്പെടുത്തിയ ഒരു അവയർനെസ് ക്ലാസ് ഉൾപ്പെടുത്താനുള്ള തീരുമാനമാണ് ആരോഗ്യവകുപ്പിൻ്റെത്. പിന്നെ ക്രിസ്തല വ്യായാമ കേന്ദ്രങ്ങൾ, ക്യാൻസർ ബോധവൽക്കരണം നിർണായക ക്യാമ്പും എന്ന നിലയ്ക്ക് നമുക്ക് ഫസ്റ്റേജായിട്ട് ഒരു ക്യാൻസർ നിർണായക ക്യാമ്പ് നടത്താൻ കൂട്ടത്തോടുകൂടി ഡോക്ടറോട് കൂടി ആലോചിച്ചിട്ട് നമ്മൾ തീരുമാനമെടുക്കും. അതുപോലെ തന്നെ കിഡ്നി രോഗികൾക്ക് നമ്മുടെ ക്രിയാറ്റിൻ്റെ അളവ് കൂടി വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതലുള്ളത്. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ഒരു പഞ്ചായത്തായിട്ട് തന്നെ അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ നിർണയം ആർക്കൊക്കെ ക്യാൻസറാണോ, എന്തൊക്കെ കിഡ്നി രോഗങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഭയന്നുകൊണ്ട് കൂടുതൽ ആളുകൾ നടത്താത്ത സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. ഓരോ വീടെടുത്താലും പല പ്രശ്നങ്ങളായും അറിഞ്ഞിട്ടും അറിയാതെയും കരുതി കൂട്ടും ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്, ചെയ്യാത്തവരൊക്കെ ഉണ്ട്. അതിനൊന്നും ഭയക്കാതെ അത് നടത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകൾ നടത്തി ചികിത്സയുമായി മുന്നോട്ട് പോയാൽ പരാമർശം ഒന്നും കൂടാതെ തന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഗർഭിണികൾക്കുള്ള അനോമലി ടെസ്റ്റ്, അതായത് അംഗവൈകല്യങ്ങൾ, മെന്റലി പ്രോബ്ലം, ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി മുൻകരുതൽ എന്ന നിലക്ക് നമുക്ക് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവാണ്. പക്ഷെ അത് പറയുന്ന ആരും ചെയ്യാതെ ഉള്ളവരാണ്. അത് നടത്തി കഴിഞ്ഞാൽ ഈ പിന്നെ ആ ക്ലാസ്സിൻ്റെ പുറത്ത് കൊണ്ട് ടെസ്റ്റ് നടത്താതിരിക്കുന്നതുകൊണ്ട് പല അപകടങ്ങളിലേക്കും നീങ്ങുന്നുണ്ട്. സാമ്പത്തികമാണ് ഇതിൻ്റെ പ്രശ്നമായിട്ട് കാണുന്നത്. ആ ഒരു ടെസ്റ്റ് മെയിൻ നമ്മുടെ ഏതെങ്കിലും ലാബുമായിട്ട് ബന്ധപ്പെട്ട് നടത്താനുള്ള തീരുമാനം നമ്മളെടുക്കും. പിന്നെ അലോപ്പതി, ആയുർവേദം, ഹോമിയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശുപത്രികളിലുള്ള മരുന്ന് വാങ്ങാനാണ്. ഇത് കൂടി വിൽക്കുന്നുണ്ട്. അതുമായിട്ട് പടിഞ്ഞാറക്കര ഹോമിയോ സെൻ്ററുണ്ട്. അതിൻ്റെ ഒരു ചുറ്റുമതിൽ കെട്ടാനൊരു മറ്റുള്ള ശല്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചുറ്റുമതിൽ വാഹനം ഉണ്ടാക്കാൻ വേണ്ടി നടത്താൻ തീരുമാനം ഉചിതമായിട്ട് ഒന്ന് അറിയിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യും. പിന്നെ കൃത്യം പാലിയേറ്റീവ് കെയർ പരിശീലനം അത് പ്രൈവറ്റാണ്. അപ്പോൾ അതേമാതിരിയുള്ള നടത്തുന്നുണ്ടായി. അതുമായി സഹകരിച്ചുള്ള മുന്നോട്ട് പോകാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. നമ്മുടെ മെയിനായിട്ടുള്ള ഡോക്ടർ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അവരൊക്കെ കൂട്ടിയിരുന്ന് കൂടുതൽ ചർച്ചകൾ ഉൾപ്പെടുത്തി ഇനിയും കൂടുതൽ ആരോഗ്യകരമായ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തും എന്നുകൊണ്ട് അറിയിച്ചു നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. പദ്ധതിയുടെ ആദ്യഘട്ടമാണ് ഇന്നിവിടെ നടന്നത്. ഈ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ വിവിധ നിർദ്ദേശങ്ങൾ പഞ്ചായത്തിന് വേണ്ടി സമർപ്പിച്ച എല്ലാ ആളുകൾക്കും പഞ്ചായത്തിൻ്റെ പേരിലും ഭരണസമിതിയുടെ പേരിലും
എന്നെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ഉടൻ തന്നെ ഗ്രാമസഭ കൂടുന്നതാണ്. പൊതുജനങ്ങളിൽ നിന്ന് വന്ന കൂടുതൽ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചായത്തിൻ്റെ അടുത്ത വർഷത്തെ പദ്ധതി രേഖ ഉടൻ തന്നെ അടുത്ത വർക്കിംഗ് ഗ്രൂപ്പിൽ സമർപ്പിക്കുന്നതാണ്. കൂടുതൽ നിർദ്ദേശങ്ങൾ പ്രതീക്ഷയോട് നിർത്തുന്നു.